ഹായ് എല്ലാവർക്കും PSC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കുള്ള വീഡിയോ ആണ്. എന്തൊക്കെ ചെയ്യണം നമ്മളൊരു റാങ്ക് ലിസ്റ്റിലെത്താനും അതേപോലെ തന്നെ നമ്മുടെ പഠനം ഇമ്പ്രൂവ് ആക്കാനും മറ്റുള്ളവരെ പോലെ തന്നെ മുന്നിലെത്താനും വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു ബിഗിനറായിട്ടുള്ള സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്ക് ഒരു ഗോൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മുൻപിൽ വരുന്ന എക്സാം ഏതാണ് അതിനെക്കുറിച്ച് തിരിച്ചറിയാനും അത് ലക്ഷ്യമാക്കി പഠിക്കാനും ഉള്ള ഒരു കഴിവുണ്ടായിരിക്കണം. കഴിവെന്നല്ല, നമ്മളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. എൻ്റെ മുന്നിൽ ഇന്ന എക്സാം വരുന്നുണ്ട്, അത് പഠിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു എക്സാം എനിക്ക് നേടണം എന്നുള്ള ലക്ഷ്യമുണ്ടായിരിക്കണം. അങ്ങനെ നമ്മളൊരു എക്സാമിന് മുന്നിൽ കണ്ടുകൊണ്ട് ഏത് എക്സാമാണോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ എക്സാമിൻ്റെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്നും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ കേട്ടോ. എപ്പോഴും നമ്മൾ ഈ കാണുന്നതെല്ലാം വലിച്ചു വാരി ഇരുന്ന് പഠിക്കുകയല്ല വേണ്ടത്. സിലബസ് ബേസ് ചെയ്തിട്ട് അതിൻ്റെ കീഴിൽ വരുന്ന SCRT ചാപ്റ്റേഴ്സ് അതേപോലെ തന്നെ റാങ്ക് ഫയലിൽ വരുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ അതിനെ ബേസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. അതിനുശേഷം ഈ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള SCRT ചാപ്റ്റേഴ്സാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് SCRT ചാപ്റ്റേഴ്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കണം. 5 മുതൽ 10 വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് പഠിക്കണം. അതായത് സയൻസ് അതേപോലെ സോഷ്യൽ സയൻസ്, ഈ 2 വിഷയങ്ങളും നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കുക. എവിടെ നിന്ന് ചോദിച്ചാലും കിട്ടുന്ന പോലെ നല്ലതുപോലെ പഠിക്കുക കേട്ടോ. ഇപ്പോഴാണെങ്കിൽ പുതിയ SCRT ഉണ്ട്, പിന്നെ പഴയ SCRT വേറെ ഉണ്ട്. അപ്പോൾ രണ്ടും പഠിക്കണം കേട്ടോ. പുതിയ SCRT നമ്മൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പഴയ SCRTയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചാപ്റ്ററുകളുണ്ടല്ലോ, അതും പഠിക്കുക. കാരണം പഴയത് പൂർണ്ണമായിട്ടും PSC വിട്ടിട്ടൊന്നുമില്ല. കൂടുതൽ ചോദ്യങ്ങൾ അതിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി പോകെ പോകെ പുതിയതിൽ നിന്ന് കൂടുതൽ ചോദിക്കുമായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ രണ്ടും നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബിഗിനറായിട്ടുള്ള ആൾ പുതിയ SCRT ബേസ് ചെയ്ത് കൂടുതലായി പഠിക്കുക. പഴയ SCRTയിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സും കൂടെ ഉൾപ്പെടുത്തുക. അതിന് നിങ്ങൾക്ക് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇനി സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മെറ്റീരിയൽസ്, അല്ലേ? നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ മിക്കവരും ബുക്കിനെ തന്നെ ആയിരിക്കും ആശ്രയിച്ചിരിക്കുക, അല്ലേ? ചിലർ ബുക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ചിലപ്പോൾ യൂട്യൂബ് ക്ലാസ്സുകൾ അതേപോലെ തന്നെ ടെലഗ്രാം അതിനെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടും പഠിക്കാമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ടെലഗ്രാമിൽ പോൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടാണെങ്കിലും ക്ലാസ്സുകൾ കേട്ടിട്ടാണെങ്കിലും അതേപോലെ യൂട്യൂബിൽ ക്ലാസ്സുകൾ കേട്ടിട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. മെറ്റീരിയൽസ് നിങ്ങൾക്ക് അങ്ങനെയെല്ലാം യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ബുക്സ് വാങ്ങാൻ കുഴപ്പമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഗൈഡ് കിട്ടും, അതെല്ലാം വാങ്ങുക. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം റാങ്ക് ഫയൽ വാങ്ങി പഠിക്കുക. ആദ്യം ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളുടെ ഗൈഡ് വാങ്ങി പഠിക്കുക എന്നുള്ളതാട്ടോ. ഇപ്പോൾ കോച്ചിങ് ഒക്കെ എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആയിരിക്കും, അല്ലേ? PDF ആയിട്ടാണെങ്കിലും അതെല്ലാം ഇനിയിപ്പോൾ ഓഫ്ലൈൻ കോച്ചിങ് ആണെങ്കിൽ നോട്ട്സ് ആയിട്ടൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ മെറ്റീരിയൽസ് കണ്ടെത്തുക തന്നെ വേണം. അപ്പോൾ നമുക്കതിന് സോഷ്യൽ മീഡിയ ഒരു മെറ്റീരിയലായിട്ട് എടുക്കാം, പക്ഷെ നമ്മൾ നല്ല രീതിയിൽ എടുക്കണമെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ബുക്സ് വാങ്ങിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ബുക്സ് വാങ്ങിച്ചിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ 5 to 10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ ഡയറക്റ്റ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്, അതല്ലെങ്കിൽ ഗൈഡ് വാങ്ങി പഠിക്കാം. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ 3 ടോപ്പിക്കുകൾ നിങ്ങൾ ഡെയിലി നോക്കുക. അതേപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന വിഷയങ്ങളാണ് ഇത് കേട്ടോ. അത് നിങ്ങൾ കുറച്ച് പഠിച്ചു കഴിയുമ്പോഴായിരിക്കും നിങ്ങളത് മനസ്സിലാക്കുക. ഫസ്റ്റ് ചിലപ്പോൾ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തൊന്നും വരില്ല. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. കാരണം എന്നെ പോലുള്ള ഒരുപാട് പേരുണ്ടാവും. ഞാൻ ആദ്യം ഇതുപോലെ ആയിരുന്നു. ഫസ്റ്റ് ഈ ഒരു വിഷയങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ എക്സാം എഴുതി വരുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാർക്ക് കളയുന്നത് ഈ ഒരു സബ്ജക്റ്റുകളാണ്. അപ്പം അതിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയപ്പോഴാണ് എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആയത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ഇമ്പ്രൂവ് ആകും. അപ്പം നിങ്ങൾ തുടക്കത്തിലെ ഈ ഒരു 3 സബ്ജക്റ്റുകൾ നല്ലതുപോലെ പഠിച്ചു വയ്ക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ ലഭിക്കും കേട്ടോ. അതായത് ഈ ഒരു 3 സബ്ജക്റ്റ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പകുതി രക്ഷപ്പെട്ടു എന്ന് പറയാം. ബാക്കി പിന്നെ നമുക്ക് GK പാർട്ടിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം മാർക്ക് നമുക്ക് സെറ്റ് ആവും. അപ്പം നിങ്ങൾ ആദ്യം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നല്ലതുപോലെ തന്നെ പഠിച്ചെടുക്കുക എന്നുള്ളതാട്ടോ, ഒരു ബിഗിനർ ആണെങ്കിൽ പോലും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ OMR അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി ശീലിക്കുക എന്നുള്ളതാട്ടോ. നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും അതിൻ്റെ മോക്ക് ടെസ്റ്റുകളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഉണ്ടാവും. നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി, നോട്ടിൽ ഒരു പേജിൽ എങ്ങനെയെങ്കിലും. അപ്പോൾ അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ OMR ഷീറ്റ് വാങ്ങിയിട്ട് നമുക്ക് എക്സാം ആയിട്ട് എഴുതാം കേട്ടോ. ടൈം വെച്ചിട്ട് ഉച്ച സമയത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, രാവിലെ ഉച്ചയാണ് ഞാൻ പ്രിഫർ ചെയ്യാറ് കേട്ടോ എപ്പോഴും. കാരണം അധികം എക്സാമുകളും ആ ടൈമിലാണല്ലോ നടക്കുക. അപ്പോൾ ഉച്ച സമയത്ത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമുള്ള സമയത്ത് എടുക്കാം കേട്ടോ.
നിർബന്ധമൊന്നുമില്ല. OMR എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാട്ടോ. ടൈമർ വെച്ചിട്ട് ഇത്ര മണിക്കൂർ, 1.25, 1.5 അങ്ങനെ എക്സാമിൻ്റെ ഏത് സിലബസാണോ അതിനനുസരിച്ച് നമ്മൾ ടൈം അതേപോലെ ഇട്ടിട്ട് എക്സാം എഴുതുക. ആദ്യമൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും മാർക്ക് ഉണ്ടാവില്ല കേട്ടോ, അത് ഉറപ്പാണ്. കാരണം ഒരു ബിഗിനർ ആണെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ ഒരു 5 മാർക്കോ അല്ലെങ്കിൽ 10 മാർക്ക്, 15 മാർക്ക്, 19 മാർക്ക്, 20 മാർക്ക് ഈ ഒരു സ്കോറൊക്കെ തന്നെയായിരിക്കും കിട്ടുക. പിന്നീട് നമ്മൾ പഠിച്ചു വരുന്നതിനനുസരിച്ച് നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ആവും. അപ്പം നമ്മൾ ഈ ഒരു ചെറിയ മാർക്ക് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഫസ്റ്റ് OMR ഞാൻ എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് അറിയോ? 19 മാർക്കായിരുന്നു കേട്ടോ. ഞാനൊരു 2-3 മാസം ആ സമയത്ത് കുറച്ചൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കൺസിസ്റ്റൻസി ഒന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയ മാർക്കാണ് ഈ ഒരു 19 മാർക്ക്. അതിൽ നിന്ന് പിന്നീട് 80+ വരാൻ കുറച്ച് സമയം എടുത്തു. എങ്കിലും ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് മിസ്റ്റേക്കൊക്കെ വരുത്തിയത് കൊണ്ടാണ് അത്രയും സമയം എടുത്തത്. അത് നിങ്ങൾ വരുത്തരുത്. അതിനാണ് നിങ്ങൾ OMR ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കുക എന്ന് പറയുന്നത്. അതിൽ നമ്മൾക്ക് വരുന്ന മിസ്റ്റേക്കുകളുണ്ടല്ലോ, തെറ്റുകളുണ്ടല്ലോ, അത് നമ്മൾ എഴുതി വെച്ചിട്ട് അത് കവർ ചെയ്ത് പഠിക്കാനും കൂടി ശ്രമിക്കുക. പിന്നെ എപ്പോഴും നിങ്ങളുടെ കയ്യിലൊരു റാങ്ക് ഫയൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്നത് നല്ലതാണ്. ഞാൻ നിർബന്ധം പറയില്ല, വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് കയ്യിൽ വെച്ചോളൂ. കാരണം സെൽഫ് സ്റ്റഡി അല്ലേ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഒരു ടോപ്പിക് ഏതാണ് പഠിക്കുന്നത് വെച്ചാൽ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോ വരും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നോട്ട് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. റാങ്ക് ഫയൽ ഇല്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും നോട്ട് ഉണ്ടാക്കുക കേട്ടോ. നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലതുപോലെ പഠിക്കുക. പിന്നെ ഒരു ബിഗിനറായിട്ടുള്ള ആൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ യൂസ് ആണ്. മൊബൈൽ യൂസ് ഉറപ്പായിട്ട് നിങ്ങൾ കുറയ്ക്കണം. മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഇപ്പോഴത്തെ കാലത്ത് നമുക്കത് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ അതിൻ്റെ യൂസ്, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വേറെ റീൽസ് കാണുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും കുറയ്ക്കുക കേട്ടോ. കാരണം അത് നമ്മുടെ സമയമൊക്കെ ഒരുപാട് കളയുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത് നിർത്തുക. നിങ്ങളത് മനസ്സിലാക്കുക, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കാൻ വന്നിരിക്കുന്നത്, എന്താണ് എനിക്കിതുകൊണ്ടുള്ള നേട്ടം, എന്തൊക്കെയാണ് ഇതുകൊണ്ട് എനിക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ്, അതൊക്കെ ആലോചിക്കുക. അതൊക്കെ ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ യൂസ് എല്ലാം കുറയ്ക്കുക. പിന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാട്ടോ. എന്നും പഠിക്കുക, പഠനം നിർത്താനേ പാടില്ല. എന്നും പഠിക്കുക. നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതി നമുക്ക് കിട്ടിയില്ല, മാർക്ക് തീരെ കുറഞ്ഞു പോയി എന്ന് വെച്ചിട്ട് ഡൗൺ ആവേണ്ട. നല്ലതുപോലെ പഠിക്കുക. കൺസിസ്റ്റൻസി നിലനിർത്തി പഠിക്കുന്നവരാണ് വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നിരന്തരം പരിശ്രമിക്കുക. ഒരു ദിവസം ഉറപ്പായിട്ടും നിങ്ങളും റാങ്ക് ലിസ്റ്റിൽ വരും. അതേപോലെ ആ ഒരു സർക്കാർ ടാഗെല്ലാം കഴുത്തിൽ തൂക്കിയിട്ട് വരും കേട്ടോ. ഉറപ്പാണ്. നിങ്ങളുടെ ആ ഒരു കഠിന പരിശ്രമത്തിന് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾക്ക് എല്ലാത്തിലും ഉപരി നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ആത്മവിശ്വാസം. എന്നെക്കൊണ്ട് പറ്റും. ഇപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാൾക്ക് ഇനി പല നെഗറ്റീവ്സ് വരാറുണ്ട് അല്ലേ മനസ്സിൽ. അതായത് കോച്ചിങ് പോണവർ എന്നേക്കാൾ മുന്നിലെത്തും, കോച്ചിങ് പോണവർക്കേ ജോലി കിട്ടുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരും അല്ലേ. ഒരിക്കലും അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ആരാണോ കഠിന പരിശ്രമം ഇടുന്നത്, ആരാണോ സ്മാർട്ട് വർക്ക് ചെയ്യുന്നത്, ആരാണോ കൺസിസ്റ്റൻസി നിലനിർത്തി പഠിക്കുന്നത്, അവരാണ് വിജയിച്ചിട്ടുള്ളത്. നിങ്ങൾ റാങ്ക് ലിസ്റ്റ് നേടിയവരോടെല്ലാം ചോദിച്ചറിയും, അവരത്രയും ഒരു 5-6 മാസം പഠിച്ച് ജോലി കിട്ടിയവരൊന്നും ആയിരിക്കില്ല പലരും. മിക്കവരും 2 വർഷം, 3 വർഷം, 4 വർഷമൊക്കെ പഠിച്ച് കിട്ടിയവരെ. കാരണം അവർ വിട്ടില്ല. അവർ വിടാതായപ്പോൾ അവർക്ക് വിജയം അവരുടെ കയ്യിൽ വന്ന് ചേർന്നു. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കി പഠിക്കുക. എന്നെക്കൊണ്ട് പറ്റും, ഈ ജോലി നേടിയെടുക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുണ്ട്. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ച് ഫോളോ ചെയ്ത് പോവുക. ഇനിയും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആവശ്യമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. വീണ്ടും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.